ഹലോ, ഫ്രീ ആണോ? എന്നാ ഒന്ന് വാ, എൻ്റെ ഗാർഡനിൽ കൂടെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഗാർഡൻ തുടങ്ങുന്നത് മെലസ്റ്റോമയെന്നാണ് കേട്ടോ. അപ്പോൾ ഇതേ മെലസ്റ്റോമയൊക്കെ തലയിൽ വെച്ച് ഞാനൊരു പൂക്കിയായി ഗൈസ്. മെലസ്റ്റോമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു മരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരേ ഒരു ചെടി ഇതേപോലെ നിൽക്കുന്ന കേട്ടോ. ലിയോക്കുട്ടിൻ്റെ തൊട്ടടുത്താണ് ഇത് കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ലിയോക്കുട്ടിനെയും കാണാം, എനിക്ക് മെലസ്റ്റോമയും കാണാം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്. എനിക്കൊരു ശീലമുണ്ട് ഗൈസ്, ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ ഇതിങ്ങനെ മണക്കാൻ തോന്നും. നമ്മളൊരു പൂ സ്മെല്ല് ചെയ്യുന്നത് എല്ലാവരുടെ സ്വഭാവമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതെൻ്റെ ഒരു ഹോബിയാണ് ഗൈസ്. വെറുതെ ഒരു ഗാർഡൻ ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ നോക്കി നിൽക്കുക എന്നല്ല, അതിൻ്റെ ആ സ്മെല്ല് എൻജോയ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹോബിയുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പൂക്കൾ മണക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നമ്മളിതുപോലെ നല്ല ഭംഗിയും മണമുള്ള പൂക്കൾ മണക്കുമ്പോൾ നമ്മളുടെ മൂക്കിനുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് അത് ബ്രെയിനിൽ ചെന്ന് അവിടെ ഒരു ബൾബ് കത്തി അവിടെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ തരുന്ന കുറച്ച് ഹോർമോൺസിനെ അങ്ങോട്ട് റിലീസ് ചെയ്യും. എന്നിട്ട് നമുക്ക് നല്ല ഒരു റിലാക്സേഷൻ തരുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പൂ മണക്കുക എന്നുള്ള ഇത്രയധികം സയൻറ്റിഫിക് ഫാക്ടേഴ്സ് സംഭവിക്കുന്നുണ്ടെന്ന് നമുക്കറിയാമായിരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനിതിനെപ്പറ്റി ഒന്ന് ഗഗനമായിട്ട് ആലോചിച്ച് നോക്കി ഇപ്പം കണ്ടുപിടിച്ചപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നല്ല നല്ല പൂക്കളൊക്കെ കാണുമ്പോൾ സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ അതിനെ ഒന്ന് സ്മെല്ല് ചെയ്യുക. ഇപ്പം ഞാൻ പറിച്ച ഈ വിത്തുണ്ടല്ലോ, ഇത് ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുപോയി പാകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പിന്നെ മിനി റോസസ് ഉണ്ട്. പിന്നെ പൂക്കൾ മണക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രാണിയോ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അത് മൂക്കിലേക്ക് വലിച്ച് കയറ്റാതിരിക്കാൻ നോക്കുക കേട്ടോ. നോക്കിയിട്ട് വേണം. പിന്നെ തേനീച്ച ഉണ്ടോ ഇതൊക്കെ നോക്കണം കേട്ടോ. ഇതൊരു നാടൻ വെറൈറ്റി റോസയാണ്. എന്നോ നല്ല സ്മെല്ലാണെന്നറിയോ, അതിമനോഹരം. പിന്നെ ഇവിടെ പുതിയതായിട്ടുണ്ടായ റോസയാണ്. എൻ്റെ പൊന്നോ, ഈ റോസിൻ്റെ സ്മെല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പെർഫ്യൂംസിനൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരു റൊമാൻറ്റിക് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇതിന്. അല്ല, അതിനൊരു റിലാക്സേഷൻ എഫക്റ്റ്, നമ്മുടെ മൂഡൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു കൊച്ചു രാജകുമാരിയാണ്. ഉണ്ടായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. രണ്ടാമത്തെ പൂവാണ് കേട്ടോ ഉണ്ടാകുന്നത്. പിന്നെ ഇതേപോലെ കുറച്ച് നാടൻ വെറൈറ്റീസ് പൂക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ മുറ്റത്ത് വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു തൂവൽ, എനിക്ക് തോന്നുന്നത് ഉപ്പൻ്റെ തൂവലാണ് കേട്ടോ. ഉപ്പൻ എന്ന് പറഞ്ഞൊരു പക്ഷിയാണ്. എല്ലാ നാട്ടിലും എന്നാ പേര് പറഞ്ഞ് എനിക്കറിയത്തില്ല. ഇവിടെ ഉപ്പൻ വരാറുണ്ട്. ഉപ്പൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ, വര 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 പോലെ. നോക്കുമ്പോൾ ഈ ഒരു ഫ്ലവർ ഇത് എവിടെ നിന്ന് വന്നാണ് ഗൈസ്? ചുറ്റും നോക്കി കാണാനില്ല. പക്ഷെ നമ്മുടെ ഗാർഡനിലുള്ള ചെടിയുടെ പൂ തന്നെയാണ് കേട്ടോ. കാറ്റത്ത് പറന്ന് വന്നാണ്. ഒരു തൂവലും ഇപ്പോൾ പറന്ന് വന്നില്ലേ, അതേപോലെ കട്ടി കുറഞ്ഞൊരു പൂ കേട്ടോ. ക്ലോക്ക് വൈനാണേ. എനിക്ക് ഒരേ ഒരു ക്ലോക്ക് വൈനേ ഉള്ളൂ. ഇതാട്ടോ, എവിടുന്നോ ഒരു തൈ കിട്ടിയതാണ്. ഇതിൻ്റെ കുരു നട്ടിട്ടാണ് കേട്ടോ എനിക്കിത് ഉണ്ടായത്. കുഞ്ഞു തൈയായിട്ട് എനിക്ക് പാകിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഇത്. അങ്ങനെ വീട്ടിലൊരു മുറ്റത്തൊരു മാവുണ്ട്. അപ്പം ഈ മാവേലാണ് ഇത് കയറ്റി വിട്ടേക്കുന്നത്. ഈ പൂവിൻ്റെ പ്രത്യേകത, അധികം സ്മെല്ലൊന്നുമില്ല. പക്ഷേ മെലസ്റ്റോമയെ പോലെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു കളറ് കൊണ്ടാണ് നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. വൈറ്റ് കളറ്, ഒരു കാമായിട്ടുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് ഇതിനെ നോക്കുമ്പോൾ കേട്ടോ. ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ചെവിയിലൊക്കെ വെക്കാൻ നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ഇതിവിടെ ആണോ അതോ മുടിയിലാണോ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നിലത്ത് വീണ് കിട്ടിയ ആ പൂവാണ് കേട്ടോ ഈ വെച്ചേക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ക്ലോക്ക് വൈനാണ്. ഇത് അടിപൊളി ചെടിയാണ്. ഒരു കുഞ്ഞു തൈ വെച്ചാൽ മതി, അത് അവിടെ ഒന്ന് പടർന്ന് കീറി റെഡിയാവും കേട്ടോ. ലിയോക്കുട്ടനാണ് ആ ചെടിച്ചട്ടി മറിച്ചിട്ടത്. അത് ഞാൻ നേരെ വെച്ചാണ്. പിന്നെ ഒരു കാര്യം, കുറേ ദിവസങ്ങളോട് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. ഇനി ഞാൻ പറയുന്നത് വേറൊരു വൈറ്റ് ആയിട്ടുള്ളൊരു ഫ്ലവറിനെ പറ്റിയാണ്. മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ ഒരു ലോക്കലായിട്ടുള്ളൊരു പേര് കേട്ടോ. ഇതിന് ഒരുപാട് മൊട്ടുണ്ടാവും. ഇതിൻ്റെ മൊട്ട് ഈ സംഗീതത്തിൻ്റെ ചിഹ്നമില്ലേ, അതേപോലെ ഇരിക്കും കേട്ടോ. ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതിനൊരു ചെറിയ സ്മെല്ലുണ്ട്. ഇനി ചെറുതാണെങ്കിലും സ്മെല്ലില്ലെങ്കിലും ഞാൻ ഇതേപോലെ പോയിട്ട് മണത്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂഡാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഇത് നിറച്ച് പൂക്കളുണ്ടാവും. മഴ പെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ പൊഴിഞ്ഞു വീഴും കേട്ടോ. നിലത്തോട് ഇങ്ങനെ കുറേ വീണ് കിടക്കും.
ഇത് നിറച്ച ചെടിയിൽ പൂവുണ്ടാകുന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഈ അടുത്തിടയ്ക്ക് എടുത്ത വീഡിയോസ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതുണ്ട് സംഗീതത്തിൻ്റെ ഒരു ചിഹ്നമില്ല, അതേപോലെ ഉണ്ട് പൂക്കളെയും ബട്ടർഫ്ലൈസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് കേട്ടോ പറയുന്നത്. ഈ പൂവിൻ്റെ ഷേപ്പ് അതിനകത്തുനിന്നൊരു നൂല് പോലെയാണ് അതിൻ്റെ ഒരു പൂമ്പൊടിയൊക്കെ വരുന്നത്. ഒരു പ്രത്യേക ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഈ ചെടിക്കുള്ളത്. നിറയെ പൂക്കളുണ്ടാവും. കമ്പാണ് കേട്ടോ ഇതിൻ്റെ വെക്കുന്നത്. വെറുതെ വെച്ചാൽ അത് ഉണ്ടാവും. എനിക്ക് എവിടുന്നോ ഒരു കമ്പ് കിട്ടി, അങ്ങനെ കൊണ്ടുവച്ചാൽ നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട്. ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി തോന്നും നമുക്ക്. കുറേ എല്ലാം ഇങ്ങനെ നിലത്ത് അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതെല്ലാം വിരിയുന്നതിന് മുമ്പ് തന്നെ പൊഴിഞ്ഞു പോയതാണ്. കഷ്ടം തന്നെ, നല്ല മഴയല്ലായിരുന്നോ, അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ പോയത്. അപ്പോൾ ഇതിൻ്റെ കമ്പ് നഴ്സറിയിൽ നിന്നല്ല, എനിക്കൊരു വീട്ടിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്. ഇതിങ്ങനെ എനിക്ക് ആദ്യം ഈ ചെടി തോന്നുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് പോലെ കേട്ടോ. പിന്നെയാണ് ഇതിനെപ്പറ്റി പഠനം നടത്തിയത്. നോക്കിയപ്പോൾ ഇത് മ്യൂസിക്കൽ പ്ലാന്റ് ആണ്, ആ മ്യൂസിക്കിൻ്റെ ചിഹ്നം പോലെയാണെന്നൊക്കെ കേട്ടോ. പിന്നെ ഇതിൻ്റെ തണ്ടിന് നല്ല നീളമാണ്. അങ്ങ് നീളം കഴിഞ്ഞിട്ട് ഏറ്റവും അറ്റത്താണ് പൂവുണ്ടായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് മുഴുവൻ ഈ ഒരു ചെടി പടർന്ന് പന്തലിച്ച് നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് ട്രിം ചെയ്യണം എന്നൊക്കെ പറയും. ഇങ്ങനെ പൂവ് കൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ട്രിം ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ ഗാർഡനികൾ നടക്കുമ്പോൾ ഇങ്ങനത്തെ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുക, മണത്ത് നോക്കുക. അങ്ങനെ ഇനി മണമില്ലാത്ത ചെടികളാണെങ്കിൽ അതിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ കൊണ്ട് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. പിന്നെ മുമ്പ് പറഞ്ഞ ചെറിയൊരു രാജകുമാരിയെ പോലെ തന്നെ വലിയൊരു രാജകുമാരി ഉണ്ട്. അതാണ് കേട്ടോ എൻ്റെ നാടൻ റോസ്. ഇതിന് ഇത്ര ഹൈറ്റിൽ വെട്ടാതെ നിർത്തിയേക്കുന്ന കേട്ടോ. ഇതിങ്ങനെ വളച്ച് മണത്ത് കഴിയുമ്പോൾ എന്തോ ഒരു സമാധാനം എന്നറിയോ, നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ചെടി പൂക്കളെ മണത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു സയൻറ്റിഫിക് ഒരു ഫാക്റ്റാണ് നടക്കുന്നത്. ചെടിയുടെ ഒരു കെമിസ്ട്രി, നമ്മുടെ ബ്രെയിനും മൈൻഡും തമ്മിലുള്ള ഒരു പ്രത്യേക അടിപൊളി ബ്യൂട്ടിഫുൾ കണക്ഷനാണ് കേട്ടോ നടക്കുന്നത്. ഇതും ഇതുപോലെ തന്നെയുള്ളൊരു ചെറിയൊരു ചെടിയാണ്. ചെറുതായിട്ട് കൊണ്ടുവന്നത്, പക്ഷെ ഇപ്പോൾ വലുതായി. അങ്ങനെ ഇതിൻ്റെ ഈ ചെടിയുടെ വിത്താണ് കേട്ടോ വെക്കുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കാണിക്കുന്ന വട്ടൊക്കെ കണ്ടിട്ട് അമ്മ അവിടെ നോക്കുന്നുണ്ട്, ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. എൻ്റെ മെലസ്റ്റോമ അടിച്ചിട്ട് ഞാൻ വീണ്ടും വന്നേക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി മോശമാണെങ്കിലും അങ്ങോട്ട് കമൻറ്റ് ചെയ്യുന്നേ. അത്രേ ഉള്ളൂ. ബൈ.